നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഈ ഓണം ആഘോഷിക്കുന്നത് കേരളത്തിലുള്ളവരല്ല, മറിച്ച് കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂർ മടിവാളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മിനി എങ്കിലും ഓണത്തെ വരവേറ്റുകൊണ്ട് ഓണം കടകളും ഓണം ഡ്രസ്സുകളും, ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഓണം ഡ്രസ്സുകളും, ഈ സ്റ്റാച്ചുവിന് ഓണത്തിൻ്റെ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുന്നു, മുണ്ടൊക്കെ മടക്കി കുത്തി നിൽക്കുന്ന സ്റ്റാച്ചു. അതായത് മൊത്തം ഒരു ഓണത്തെ വരവേറ്റ് ബാംഗ്ലൂർ നഗരം. കഴിഞ്ഞ ആഴ്ച മുതൽ ഓണപരിപാടികൾ തുടങ്ങി. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഇനി മുതൽ ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ്. ഡിസംബർ വരെയുണ്ട് ഓണപരിപാടികൾ. നാട്ടിലുള്ള ഓണ പ്രോഗ്രാമിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് ഓണ പ്രോഗ്രാമുകളുള്ളത്. ഇനി എല്ലാ ശനി ഞായറും ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെയല്ലേ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? കേരളത്തെക്കാൾ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിലല്ലേ ഓണം ആഘോഷിക്കുന്നത്? ഇന്ത്യക്ക് പുറത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ ഇതാ ഇന്ത്യക്ക് പുറത്ത് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുന്നു. ഓണത്തിൻ്റെ ആഘോഷങ്ങളാണ്. സെലിബ്രിറ്റികളെല്ലാം തിരക്കിലാണ് ഓണ ആഘോഷങ്ങൾ. കേരളത്തിലെ ഓണാഘോഷം കാറ്ററിംഗുകാരെ ഏറ്റെടുത്തു. അവരാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഓണം ആശംസകൾ.